ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ ആ മലക്കുകളുടെ തിരുനോട്ടം ഏത് സമയത്തും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഒരു മനുഷ്യനിലേക്ക് ആ മനുഷ്യനെ അവന്റെ എല്ലാ സൽക്രമങ്ങളും എഴുതി വെക്കാനും അവന്റെ സുഹൃതങ്ങളും തിന്മകളൊക്കെ എഴുതി വെക്കാൻ മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകൾക്കപ്പുറം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ചില മലക്കുകൾ ഉണ്ടാകും. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ചില മലക്കുകൾ അല്ലാഹു നമുക്ക് കാവൽ തരുമെന്നാണ്. അല്ലാഹു ആ മലക്കുകളെ കാവലൊക്കെ നമുക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ടാണ് ആ റഹ്മത്തിന്റെ നമ്മെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മലക്കുകൾ, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള മലക്കുകൾ ചില ആളുകളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരാണ് നബിയെ, ആരാണ് റസൂലേ, ആരാണ് റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. വിഷയം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം പ്രിയപ്പെട്ടവരെ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹു നമ്മളിലേക്ക് മലക്കുകളെ ഇറക്കിയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ നന്മ തിന്മകൾ എഴുതി വെക്കുന്ന മാലാഖമാര് വലതു ഭാഗത്തും ഇടത് ഭാഗത്തും അല്ലാഹു നിയോഗിച്ചതാണല്ലോ. നമ്മുടെ റൂഹിനെ പിടിക്കാൻ അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചതാണ്. കാറ്റും പേമാരിയും മഴയും ഇടിമുഴക്കും മിന്നമെല്ലാം നമുക്ക് നൽകാൻ വേറെ ചില മലക്കുകളെ അല്ലാഹു നിയോഗിച്ചതാണ്. ഇൽമു പറയുന്ന സദസ്സിൽ വന്നിരുന്ന ആമീൻ പറയാനും ദ്വാരക്കാനും വേറെയും ചില മലക്കുകളെ അല്ലാഹു നിയോഗിച്ചതാണ്. ഇതേ പ്രകാരം ഓരോ മനുഷ്യനേക്കും അവന്റെ എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹു ചില പ്രത്യേകമായ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ അപകടങ്ങളിലും രക്ഷപ്പെടുത്താൻ നമുക്ക് അല്ലാഹു മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ ഹൈവേ റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനം അപകടത്തിൽ പെടുമ്പോ ചില ആളുകൾ പ്രത്യേകമായി രക്ഷപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അത് മാലാഖമാർ ഇറക്കിയിട്ട് മലക്കുകളെ കാവൽ അല്ലാഹു നമുക്ക് തരുന്നതാണ് പ്രിയപ്പെട്ടവരെ. റഹ്മത്തിന്റെ മലക്ക് ചിറക് വിരിച്ചിരുന്നാൽ പിന്നെ നമ്മൾ അപകടത്തിൽ പെടില്ല. റഹ്മത്തിന്റെ മാലാഖമാരുടെ കാവലും തിരനോട്ടവും നമുക്ക് അല്ലാഹു തന്ന പിന്നെ പ്രളയത്തിനെയോ പ്രതിസന്ധിയെയോ പ്രശ്നങ്ങളെയോ കഷ്ടപ്പാടിനെയോ ഒരു വിശ്വാസി പേടിക്കല്ലതില്ല. പക്ഷേ ചില ആളുകളോട് റഹ്മത്തിന്റെ മാലാഖമാര് അടുക്കൂല സ്വഹാബ, ചില ആളുകളോട് റഹ്മത്തിന്റെ മാലാഖമാര് അടുക്കൂല സ്വഹാബ. അവരുടെ സ്വഭാവം കണ്ടിട്ട് മാലാഖമാര് വിദൂരത്താകുമെന്നാണ്. അറിവിന്നിലാവ് കേൾക്കുന്ന ഉമ്മമാരെ, നമുക്ക് ആ സ്വഭാവം പാടില്ല. നമ്മളിൽ ആ ദുരന്തമുള്ള സ്വഭാവം വരാൻ പാടില്ല. ചില ആളുകളെ സ്വഭാവം കേട്ടാൽ ആ റഹ്മത്തിന്റെ മാലാഖമാര് വിദൂരത്തായി പോകുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരാണ് നബിയേ? അതിലുള്ള ഒന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയാ, യഖതഉൽ മലായികതു അനിസ് മലക്കുകൾ അവനിൽ നിന്ന് മുറിഞ്ഞു പോകും നബിയേ, മലക്കുകൾ അവനിൽ നിന്ന് വിദൂരത്താകും നബിയേ. അവന്റെ കാര്യം മാലാഖമാര് ശ്രദ്ധിക്കൂല, അവന്റെ വിഷയത്തിലെ മലക്കുകളെ ഇടപെടൂല. റഹ്മത്തുള്ള മലക്കുകളിൽ നിന്ന് വിദൂരത്താകുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ച ആളുകളാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അത് തമാശക്കാണെങ്കിലും മറ്റുള്ളവരെ കുത്തുവാക്ക് പറയുന്നവരാണ് സ്വഹാബ, മറ്റുള്ളവരെ ചീത്തവാക്ക് പറയുന്നവരാണ് സ്വഹാബ. നോട്ടത്തിലൂടെ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ, വാക്കിലൂടെ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ, മൗനാനുവാദത്തിലൂടെ മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ചാൽ, ഒരു പ്രവൃത്തിയിലൂടെ, ഒരു വാക്കിലൂടെ, ഒരു നോട്ടത്തിലൂടെ, ഒരു സമീപത്തിലൂടെ, ഒരു പ്രവർത്തനത്തിലൂടെ തന്റെ കൂട്ടുകാരന്റെ, കൂട്ടുകാരിയുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, കൂട്ടുകാരന്റെ, സ്നേഹിതന്റെ, അയൽവാസിയുടെ, കൂടെ പുറപ്പിന്റെ, ഉമ്മയുടെ, വാപ്പയുടെ മക്കളെ, മരുമക്കളെ, പേരമക്കളെ, അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ആരെയാണോ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്തത് സ്വഹാബ, ആരെയാണോ മനസ്സിന്റെ അകത്ത് നിങ്ങൾ കുത്തുവാക്ക് കൊടുത്തത് സ്വഹാബ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്,
പറയുകയാണ്, അങ്ങനെ ഒരാളെ നിങ്ങൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാ, ഒരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാ, ഒരാളെ നിങ്ങൾ തരം താഴ്ത്തി കഴിഞ്ഞാ, ആരെങ്കിലും ഒരാളെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ മനസ്സ് വേദനിപ്പിക്കുകയോ ചെയ്താ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യത്തഉൽ മലായികതു അലൈഹി സുഹബാ, ഇല്ല നബിയേ, അവരിലേക്ക് റഹ്മത്തില്ല മാലാഖമാർ ചിറക് വിരിച്ചിറങ്ങൂല നബിയേ. അവരെ മലക്കൂള് തിരിഞ്ഞു നോക്കൂല, അവരെ മലക്കൂള് തിരിഞ്ഞു നോക്കൂല നബിയേ. അവരെ അപകടത്തിൽ പെട്ടാലും മലക്കൂള് തിരിഞ്ഞു നോക്കൂല, അവരെ പ്രതിസന്ധിയിൽ പെട്ടാലും മാലാഖമാര് തിരിഞ്ഞു നോക്കൂല. അറിവിന്ദിലാവ് കേൾക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാ, വേണ്ട മോനെ, വേണ്ട മോളെ, വേണ്ട കൂട്ടുകാരാ, വേണ്ട പെങ്ങളെ, ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിക്കണ്ട. ഇത് പ്രത്യേകം ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് വളരെ ഗൗരവത്തോടെയല്ലേ പറഞ്ഞത്, അദാബ് ലഭിക്കാനുള്ള കാരണമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ഒരു വിഭാഗത്തിൽ തിരിഞ്ഞു നോക്കാത്തതുണ്ടെങ്കിൽ അത് ഗീബത്തുകാരാണ്, അത് നമീമത്തുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 10 വലിയ അദാബുകളാണ് അവരെ കാത്തിരിക്കുന്നത്, 10 വലിയ ശിക്ഷകളാണ് അവരെ കാത്തിരിക്കുന്നത്. ഒരു നമീമത്തിലൂടെ, ഒരു ഗീബത്തിലൂടെ, ഒരു ഫസാദിലൂടെ, ഒരു തെറ്റിലൂടെ, നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിലൂടെ, അത് ചിലപ്പോ തമാശക്ക് പറഞ്ഞതായിരിക്കാം, ചിലപ്പോ നിങ്ങൾ തമാശക്ക് പറഞ്ഞതായിരിക്കാം, പക്ഷേ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി, വിറ്റടിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷേ അവന്റെ മനസ്സിന്റെ കത്തൊരു കുത്തുവാക്ക് പോലെ പറഞ്ഞു നിന്നിട്ടുണ്ടോ? അവന്റെ മനസ്സിന്റെ കത്തൊരു വെമ്പലിനെ പോലെ തേങ്ങിക്കറിയുന്ന സങ്കടമാണോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യത്തഉൽ മലായികതു അനിർ അവനിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് മാറി നിൽക്കുമെന്നാണ്. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് വരണം നബി മുഹമ്മദ് മുസ്തഫ, ഉറച്ചു ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ. പലരും ക്വാറന്റൈനിലാണ്, പലരും പലരും വലിയ പരീക്ഷണത്തിലാണ്, കൊറോണ പോസിറ്റീവായി വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നമ്മുടെ അറിവിന്നില്ല ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഹോസ്പിറ്റലിൽ ഓക്സിജൻ വെച്ചുകൊണ്ട് പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. പലരും വെന്റിലേറ്ററിലാണ്. ഈ 10,000 ആമയും പറയുമ്പോ നീ ശിഫ കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. ഇത് മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന സദസ്സല്ലേ, മഹാനായ ഖുതുബുൽ ആലസിയം വലിയുള്ളാന്റെ മദ്ഹ് പറയുന്ന മജ്ലിസല്ലേ, എത്രയോ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ കണ്ണീരോടെ ദുആക്കുന്ന മജ്ലിസല്ലേ. ഈ മജ്ലിസിലെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഉസ്താദേ ദുആർക്കണം, ഉസ്താദേ ദുആ ചെയ്യണം ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട വാപ്പ ഉസ്താദിൽ അറിവില്ല, ഒരു ദിവസം പോലെ മുടങ്ങാതെ കാണുന്ന വാപ്പയാ. ഇന്ന് വാപ്പ ഹോസ്പിറ്റലിലാണ് ഉസ്താദ്, ഓക്സിജൻ വെച്ച് കിടക്കുകയാണ്, സങ്കടത്തിലാണ്. ദ്വാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉറക്ക സ്വലാത്ത് ചെല്ലാൻ പറയുന്നത്. സ്വലാത്തിൽ നിന്ന് മജ്ലിസിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമല്ലോ, പറയുന്ന മജ്ലിസിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുമല്ലോ, ആമീൻ പറയുന്ന മജ്ലിസിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരുമല്ലോ. ആ മലക്കുകളെല്ലാം ആമീനിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ 10,000-കണക്കിന് മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട്, കൊറോണ പോസിറ്റീവായ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് അല്ലാഹുവേ പെട്ടെന്ന് നെഗറ്റീവാക്കി കൊടുക്കണമല്ലാ, നീ നെഗറ്റീവാക്കി കൊടുക്കണമല്ലാ, സമാധാനം നീ കൊടുക്കണേ റഹ്മാനേ, സമാധാനം കൊടുക്കണേ റഹ്മാനേ. ഈ മജ്ലിസിലിരിക്കുമ്പോ എന്താണോ അവരുടെ മനസ്സിലുള്ള മുറാദുകള്, ആ മുറാദുകൾ മുഴുവൻ നീ ഹാസിലാക്കണമല്ലാ. അതുകൊണ്ടാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു യാത്രക്കിടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കാണുകയാണ്. ആ ചെറുപ്പക്കാരൻ മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് സന്തോഷത്തോടെ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരൻ വരുന്ന സമയത്ത് മുത്തുനബി വളരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ആ ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കയറി വരുമ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ സന്തോഷത്തോടെ കയറി വരികയാണ്. ഉടനെ തന്നെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി പറയുന്നു, മോനെ നിന്റെ കൂടെ റഹ്മത്തിന്റെ മാലാഖമാര് കൂടെയുണ്ട് മോനെ, നിന്റെ കൂടെ റഹ്മത്തിന്റെ മാലാഖമാര് കൂടെയുണ്ട് മോനെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മുത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ ഭാവം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനില്ലേ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച ചെറുപ്പക്കാരനായിരുന്നു സ്വഹാബ. പക്ഷേ അവൻ നിങ്ങളെ സമീപത്ത് വന്നപ്പോ അവന്റെ കൂട്ടുകാരെ പറ്റിയിട്ട് അവൻ മോശമായി പറഞ്ഞില്ലേ സ്വഹാബ? അവന്റെ കൂട്ടുകാരെ കുറിച്ചിട്ട് അവൻ മോശമായി പറഞ്ഞില്ലേ സ്വഹാബ? ആ മോശമായി പറഞ്ഞ ഒരു വാക്കുകൊണ്ട്, ആ മോശമായ അഭിപ്രായം പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട് അവന്റെ കൂടെയുള്ള റഹ്മത്തിന്റെ മാലാഖമാര് അവരെല്ലാം പറന്നുപോയി സ്വഹാബ. ആ പറന്നു പോകുന്നത് ഞാൻ കണ്ടുപോയി സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ ഈ ചരിത്രം നമ്മുടെ മനസ്സിൽ ഉറക്കണം പ്രിയപ്പെട്ടവരെ. എന്റെ ചെറുപ്പക്കാരാ, ഞാനും നിങ്ങൾ സുബഹി നമസ്കരിക്കുമ്പോ, ഞാനും നിങ്ങളും ഖുർആൻ ഓതുമ്പോ, ഞാനും നിങ്ങളും തഹജ്ജുദ് നമസ്കരിക്കുമ്പോ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നമ്മുടെ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അറിവിന്ദിലാവ് കേട്ടിരിക്കുന്ന മുത്തമുഅ്മിനീങ്ങളെ, നിങ്ങളിരിക്കുന്ന ഭവനം ചിലപ്പോ വലിയ വീടായിരിക്കാം, ചിലപ്പോൾ ചെറിയ ഭവനമായിരിക്കാം, ഒന്ന് കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന ചെറിയ ഭവനമായിരിക്കാം, ഒന്ന് കോരിച്ചൊരിയുന്ന മഴ പെയ്താൽ ഉള്ളിലേക്ക് മഴ ചോരുന്ന ഭവനമായിരിക്കാം. ഏത് ഭവനമാണെങ്കിലും അല്ലാഹു നല്ല ബറക്കത്ത് ചൊരിയട്ടെ, നല്ലൊരു ഭവനം അല്ലാഹു നമുക്ക് തരട്ടെ. വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. റബ്ബേ, ഖൈറായ സമയത്ത് ഖൈറായ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന സ്ഥലം. അറിവിന്ദിലാവ് നിങ്ങളെ വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലിലൂടെ, ടാബിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെ നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുമ്പോ അവിടെയെല്ലാം റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നുള്ള പെങ്ങളെ. പക്ഷേ ആ റഹ്മത്തിന്റെ മലക്കുകൾ നഷ്ടപ്പെടാനുള്ള സ്വഭാവം ഞാൻ പറഞ്ഞു തരട്ടെ. ആ റഹ്മത്തിന്റെ മാലാഖമാർ എന്നേക്കുമായി ഭവനത്തിന്റെ അകത്ത് നിന്ന് പാറിപ്പോകാൻ കാരണമായ ഏറ്റവും അപകടം പിടിപ്പിച്ചൊരു പ്രവർത്തനമാണ് മറ്റുള്ളവനെ തമാശക്ക് പോലും പരിഹസിക്കലും. നബി മുഹമ്മദ് മുസ്തഫ മറ്റുള്ളവരെ തമാശക്ക് പോലും ചീത്ത പറയലേ, ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയലേ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിക്കലേ, കൂട്ടുകാരന്റെ അയൽവാസിയുടെ കൂടെ പുറപ്പിള്ള മുഖത്ത് നോക്കിയിട്ട്, മാതാപിതാക്കളെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറഞ്ഞാല്, ഗൈബത്ത് പറഞ്ഞാല് ആ റഹ്മത്തിന്റെ മാലാഖമാര് എന്നേക്കുമായി പറന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഭിപ്രായം പറയുന്നിടത്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ കാട് കയറി അങ്ങനെ പറഞ്ഞു പോകും. അത് നമ്മളെ സ്വഭാവമാണ്. ആളെങ്ങനെയാ, ആ കുഴപ്പമില്ല, ആ ഓൻ പോരാ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. എത്ര ആളുകളുണ്ട് നോക്കി, നിങ്ങൾ ഡോക്ടർമാരെ ഗീബത്ത് പറയുന്ന ആളുകളില്ല. ഞാൻ തമാശക്ക് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറുടെ അടുത്ത് നമ്മൾ പോവുക, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് പോവുക. അവരങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ്, അവരങ്ങനെ കാട്ടി, ഇവരിങ്ങനെ കാട്ടി, അത് ഗീബത്തല്ലേ? നമ്മൾ അന്വേഷിക്കുന്ന സംഗതിയൊക്കെ ശരിയാണ്. അവിടെ എങ്ങനെയാണ് ഡോക്ടർ, ഉഷാറാണോ? ആ ഉഷാറാണ്, തിരക്കേടില്ല, അതിനേക്കാളും നല്ലത് അവിടെയാണ്. അതൊക്കെ നമുക്ക് അന്വേഷിച്ച് പോകാം. അവിടെ പോകണ്ട, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവിടെ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമ്മളത് ശ്രദ്ധിക്കണം, അങ്ങനെ പറയാം. പക്ഷേ അതിന്റെ പേരില് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തിയാൽ അതുവരെ ഗീബത്താണ്, അതുവരെ തെറ്റാണ്. ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പലതും അപകടം. നമ്മൾ പലരോടും അഭിപ്രായം ചോദിക്കും. പക്ഷെ അഭിപ്രായം ചോദിക്കുമ്പോഴൊക്കെ ആരെ കുറിച്ചിട്ട് അഭിപ്രായ കേട് പറയുകയാണെങ്കിൽ ഗീബത്ത് വരാത്ത രൂപത്തിൽ, നമീമത്ത് വരാത്ത രൂപത്തിൽ പറയാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിയും. ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. അങ്ങനെയാണ്. നിങ്ങൾ നന്മ മാത്രം പറയാം. നിങ്ങൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നന്മ പറയാം. അല്ലെങ്കിൽ മിണ്ടി പോകരുത്.
നന്മ പറയാനൊന്നുമില്ലേ, മിണ്ടി പോകരുത്, മിണ്ടാതെ ഇവിടെ ഇരുന്നോളി. നന്മ പറയാൻ പറ്റുമെങ്കിൽ നന്മ പറയാം. വീഡിയോ കോളേജ് അങ്ങനെ ഇരുന്നിട്ട് അതല്ലെങ്കിൽ രണ്ടാളെ കാണും ഇൻഷാ അല്ലാഹ് സംസാരിക്കണം, അങ്ങനെ സംസാരിച്ചിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. നന്മ നമുക്ക് ഖൈർ എവിടെയും പറയാം. ഫഖൂലു ഖൈറാന്നല്ലേ, ഖൈർ നന്മ എപ്പോഴും നമ്മൾ പറയാം. ഖൈർ ഒന്നും പറയല്ല, ഖൈർ നമുക്കൊന്നും പറയല്ല. എന്നിട്ട് വെറുതെ എന്തെങ്കിലും പറയാം, അത് പറയരുത്. ഔലിയ അല്ലെങ്കിൽ മിണ്ടി പോകരുത്. ആ സംസാരമേ ഗീബത്ത് കടന്നു വരുന്ന ഗീബത്തിന്റെ ചോയ കടന്നു വരുന്ന ഒരു സംസാരം പോലും നിങ്ങൾ പറഞ്ഞു പോകരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനവനെ കാത്തു സൂക്ഷിക്കണം. ഞാൻ എന്നെ, നിങ്ങളെ. അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ, അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ. അപ്പൊ ഒരു ശിക്ഷ ഒരു ഗീബത്തിനാട്ടോ, ഒരു ഗീബത്തിനാണേ, കുറെ ഗീബത്തിനല്ല, ഒരു ഗീബത്തിനുള്ള തെറ്റാണ്. നമ്മളിപ്പോ അള്ളാഹുവിനോട് ചെയ്ത തെറ്റിന് അള്ളാഹുനോട് നമുക്ക് പൊറുക്കലിനെ ചോദിക്കാം അല്ലെ. അസ്തഗ്ഫിറുല്ലാഹ് അലദീം, അല്ലാഹ് ഞാൻ കുറെ തെറ്റ് ചെയ്തു, നിന്നെ ഞാൻ ധിക്കരിച്ചു, നീ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഞാൻ ഉപയോഗിച്ചു, നീ കുടിക്കരുതെന്ന് പറഞ്ഞത് ഞാൻ കുടിച്ചു, എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ചിലപ്പോൾ പൊരുത്തപ്പെട്ടു തരും. പക്ഷേ അള്ളാഹുവിന്റെ അടിമകളെ ചീത്ത പറഞ്ഞത് അങ്ങനെയല്ല, അള്ളാഹുവിന്റെ അടിമകളെ കുറ്റം പറഞ്ഞത് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ അടിമകളോട് പൊരുത്തപ്പെടിപ്പിക്കാതെ പടച്ചു തമ്പുരാൻ നമുക്ക് പുറത്തു തരൂല. പറഞ്ഞവരോട് പൊരുത്തപ്പെടിപ്പിക്കാതെ പടച്ചു തമ്പുരാൻ നമുക്ക് പുറത്തു തരൂല. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു നൽകുന്ന രണ്ടാമത്തെ അദാബ് എന്തെന്നറിയോ? ഒന്നാമത്തെ അദാബ് റഹ്മത്തിന്റെ മാലാഖമാർ അവനിൽ നിന്ന് വിദൂരത്താകുമെന്നാണ്. ഒന്നാമത്തെ അദാബ് റഹ്മത്തിന്റെ മാലാഖമാർ അവനിൽ നിന്ന് വിദൂരത്താകുമെന്നാണ്. രണ്ടാമത്തെ അദാബിനെ കുറിച്ചിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യസീറു ബഈദൻ മിനർ റഹ്മാൻ. അല്ലാഹു മുത്തനബിയോട് പറയാണ്, നബിയേ ഞാനും അവനിലേക്ക് വരൂല നബിയേ, ഞാനും അവനിലേക്ക് വരൂല നബിയേ, ഞാനും അവനിലേക്ക് ഇറങ്ങി വരൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനും അവനിലേക്ക് ഇറങ്ങി വരൂല നബിയേ. എന്തേ ഞാൻ അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കാത്തതെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, ആരംഭ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്തെ ഭയാനകമായ അദാബ് താങ്ങാൻ കഴിയാതെ പരക്കം പായുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടത്തിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന സമയമല്ലേ, ആ സമയത്ത് ചില ആളുകളേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം കൊടുക്കൂല. വേണ്ട നബിയേ, തങ്ങൾ അവരെ കാര്യത്തിൽ ഇടപെടേണ്ട നബിയേ, തങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശക്ക് വരേണ്ട നബിയേ. അവർ എന്തോ ആവട്ടെ, അവരെ കാരമ്പങ്ങളിലൂടെ മിണ്ടാവാറില്ല തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മുത്തനബിയോട് പറഞ്ഞിട്ട് ചില ആളുകൾ മാത്രം തിരിഞ്ഞു നോക്കൂല എന്ന്. യസീറു ബഈദൻ മിൻ റഹ്മത്തില്ലാഹ്. ഗീബത്ത് പറയുന്നവരെ, നമീമത്ത് പറയുന്നവരെ, ഗീബത്ത് കേൾക്കുന്നവരെ, നമീമത്ത് പറയുന്നത് കേൾക്കുന്നവരെ, അത് പറയുന്ന കാലത്തോളം, അത് കേൾക്കുന്ന കാലത്തോളം, അത് പറയുന്ന കാലത്തോളം, കേൾക്കുന്ന കാലത്തോളം അവന്റെ രേഖ അല്ലാഹുവിന്റെ റഹ്മത്ത് അടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നിന്നെ കാവൽ നൽകണം അല്ലാഹ്. വളരെ ഗൗരവമല്ലേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റഹ്മത്ത് വീട്ടിലേക്ക് ഇറങ്ങൂല എന്നാണ്. ഒരു വീട്ടിലോ അടുക്കളയിലോ സിറ്റൗട്ടിലോ ഇരുന്നുകൊണ്ട് ഗീബത്തും നമീമത്തും പറഞ്ഞ ആ ഭവനത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല എന്ന് മുത്തുനബി പറയാൻ, യസീറു ബഈദൻ മിൻ റഹ്മത്തില്ലാഹ്. റഹ്മത്ത് ആ വീട്ടിൽ നിന്ന് വിദൂരത്താകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കട നടത്തുന്ന ചെറുപ്പക്കാരാ, ഷോപ്പ് നടത്തുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവേ ആ ഷോപ്പിന്റെ അകത്തേക്ക് കൂട്ടുകാരെ വരുത്തിയിട്ട് ആ കടയുടെ അകത്തേക്ക് ചായ കുടിക്കാനും ജ്യൂസ് കുടിക്കാനും വരുന്നവരെ മുന്നിൽ നിന്ന് മറ്റുള്ളവരുടെ പച്ചക്കറച്ച് നിന്നുള്ള സ്വഭാവം വേണ്ട മോനെ. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കടയിലെ കച്ചവടം ഉണ്ടാവാൻ വേണ്ടി കാരൻസ് പോലുള്ള സൗകര്യം ഒരുക്കുന്നവരില്ലേ, നമസ്കാര സമയത്ത് പള്ളിയിലേക്ക് പോവാതെ കാരൻസ് കെട്ടിയിരിക്കുന്ന ചെറുപ്പക്കാരില്ലേ, കടയിലേക്ക് കൂട്ടുകാർ വന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് ഗീബത്തും നമീമത്തും പറഞ്ഞിരിക്കുന്ന കടകളില്ലേ, ആ കടയിൽ അല്ലാഹു ബർക്കത്ത് തരൂല, ആ കടയിൽ അല്ലാഹു റഹ്മത്ത് തരൂല, ആ കടകളിൽ അല്ലാഹു സന്തോഷം തരൂല. തിരുത്താനുള്ള
ചങ്കൂറ്റം വേണം ചെറുപ്പക്കാരാ, തിരുത്താനുള്ള ചങ്കൂറ്റം വേണം ചെറുപ്പക്കാരാ. നമ്മുടെ കടയിൽ വന്നവണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരെ പേരിലാണെങ്കിലും പണ്ഡിതന്മാരെ, മറ്റുള്ളവരെ, സാധാരണക്കാരെ, കൂട്ടുകാരെ പച്ചമാംസം തിന്നുന്ന ദുഷിച്ച സ്വഭാവം അത് വേണ്ട മോനെ. നമ്മുടെ ഷോപ്പിൽ ഗീബത്ത് വിളമ്പുന്ന ഷോപ്പാവരുത്, നമ്മുടെ കടകളിൽ ഗീബത്ത് പറയുന്ന കടകളാവരുത്, നമ്മുടെ ഷോപ്പുകൾ ഗീബത്തിൽ നമീമത്തിന് ഒരുക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ചില വീടുകളൊക്കെ കണ്ടിട്ടില്ലേ, അയൽവാസികൾ കൂടിയിട്ട് അതല്ലെങ്കിൽ സൽക്കാരം വരുമ്പോ, ഒരു പാർട്ടി വരുമ്പോ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ആ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ ആ പ്രദേശത്തേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. എത്ര കല്യാണ വീടുകളാണ് അങ്ങനെയായി മാറുന്നത്, എത്ര നല്ല സൽക്കാര വീടുകളാണ് അങ്ങനെയായി മാറുന്നത്. ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോ റഹ്മത്തിന്റെ മാലാഖമാർ പറന്നിറങ്ങുന്ന സമയമല്ലേ ആ ഭവനം, റഹ്മത്തിന്റെ മാലാഖമാർ പറന്നിറങ്ങുന്ന സുദിനത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമല്ലേ ആ ഭവനത്തിനുള്ളത്. പക്ഷേ നമ്മുടെ ഒരു ഗീബത്ത് കൊണ്ട്, നമ്മുടെ ഒരു ഫസാദ് കൊണ്ട്, നമ്മുടെ ഒരു നമീമത്ത് കൊണ്ട് ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹു ഇറക്കിക്കുന്ന സൗന്ദര്യ മനോഹരമായ പ്രകാശം അത് എടുത്തു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, യസീറു ബഈറൻ മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവൻ വിദൂരത്താണ് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഒരാളെ ചീത്ത പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ചീത്ത പറയുന്ന സമയത്തൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ വിദൂരത്താണ്. ചീത്ത അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, നമ്മളൊന്നും പറയാൻ പോകുന്നില്ല. തന്നെ എന്നിട്ടോ അല്ലാഹ് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു, ഓന്റെ അയവാനി, ഓന്റെ സ്വഭാവി തന്നെ അങ്ങനെയൊക്കെ സത്യം പറയും, ഈ കാര്യം പറയണത് നമ്മളിങ്ങനെ ഏണിച്ചു കൊടുക്കും. നമ്മൾ പറയണമെന്നില്ലല്ലോ, മറ്റുള്ളവർ അപ്പൊ മറ്റവനെ ഇങ്ങനെ റേഞ്ച് കൊടുക്കും, അങ്ങനെ പറഞ്ഞോളൂ. നമ്മളിങ്ങനെ ഏണിച്ചു കൊടുക്കും. ഈ ഏണി വെച്ചു കൊടുക്കുന്നവനും അപകടമാണ്, ഏണിമ കയറുന്നവനും അപകടമാണ്, രണ്ടും അപകടം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ രണ്ട് ശിക്ഷയാണ്, രണ്ട് ശിക്ഷ. ഒന്നുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിർത്താം, മൂന്നാമത്തെ കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ അദാബ് ഏതാണ്? ഒരു ഗീബത്തിന് അല്ലാഹു തരുന്ന മൂന്നാമത്തെ അദാബ്, ഒരു ഗീബത്തിന്റെ മാത്രം അല്ലാഹു തരുന്ന മൂന്നാമത്തെ ഭയാനകമായ അദാബ് ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, യകൂനു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യകൂനു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ. അവന്റെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത്, അവന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനെ പറയട്ടെ, അവന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് അല്ലാഹുവേ വളരെ ശക്തമായ രൂപത്തിൽ പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആത്മാവിനെ പിടിക്കുന്ന സമയം, റൂഹിനെ പിടിക്കുന്ന സമയം, മരണം നടക്കുന്ന സമയം, അതാണല്ലോ, അവിടെയാണല്ലോ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ളത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മരിക്കുന്ന സമയത്ത് ഈമാൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നീ രോഗം തന്നാലും, ഈ ദുനിയാവിൽ നീ പരീക്ഷണങ്ങൾ തന്നാലും, ഈ ദുനിയാവിൽ നീ കഷ്ടപ്പാടുകൾ തന്നാലും, പ്രതിസന്ധികൾ തന്നാലും, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് നിന്നിലേക്ക് മടങ്ങുന്ന സമയത്ത് അല്ലാഹ് ഒരു പ്രശ്നത്തിലും ഒരു പ്രയാസത്തിലും ഒരു പ്രതിസന്ധിയിലും ഇബ്ലീസിന്റെ ചങ്ങലവലകളിൽ ഞങ്ങളെ കൊടുക്കല്ല അല്ലാഹ് എന്ന് പറയുന്നവരാണ് മുത്തുമുഅ്മിനീങ്ങളെ. നമ്മളെല്ലാവരും അല്ലാഹുവിനോട് മരണസമയത്ത് നല്ല മരണം നൽകണമല്ലാ എന്ന് ചോദിക്കുന്നവരല്ലേ നമ്മളെ. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ലാ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ തമ്പുരാനേ എന്ന് ദുആ ചെയ്യുന്നവരാണ് നമ്മളെപ്പോഴും. അല്ലാഹ് ആ ദുആ ചെയ്ത് മരണസമയത്ത് മാലാഖമാർ വന്നവണ്ട്, അസ്രാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന റൂഹിനെ ഊരുന്ന സമയമുണ്ടല്ലോ, റൂഹ് പിടിക്കുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് മരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ റൂഹിനെ പിടിക്കുന്ന രംഗം അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ റൂഹ് പിടിക്കുന്ന രംഗം മുത്തു റസൂലുള്ളാഹി പറഞ്ഞത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ കള്ളു കുടിക്കാൻ മനസ്സ് വരില്ല, പിന്നെ സിനിമ കാണാനോ സീരിയൽ കാണാനോ ഫസാദ് പറയാനോ ഫസാദ് കേൾക്കാനോ മറ്റുള്ള വല്ല കാശ് കടം വാങ്ങി കൊടുക്കാതെ പറ്റിച്ചു നടക്കാനോ തട്ടിപ്പ് നടത്താനോ വെട്ടിപ്പ് നടത്താനോ മോഷണം നടത്താനോ തട്ടിപ്പറിക്കാനോ
വഞ്ചന നടത്താനോ കൊള്ള നടത്താനോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു കട്ടികൊടുക്കൂല. കാരണം അത്ര ഭയാനകമാണ് റൂഹ് പിടിക്കുന്ന സമയമെന്ന് മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്. അങ്ങനെ റൂഹ് പിടിക്കുന്ന സമയമുണ്ടല്ലോ, ആ റൂഹിനെ പിടിക്കുന്ന സമയത്ത് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുണ്ട് അവന് മൈൻഡ് ചെയ്യാതെ ഒരൊറ്റ പിടുത്തമാണ് സഹാബാ. യകൂന നസൂറുഹി ഇന്ദ മൗതിഹി ശദീദാ. ഒരൊറ്റ പിടുത്തമാണ് സഹാബ, ഒരൊറ്റ പിടുത്തമാണ് സഹാബ. ഒന്നും പറയത്തില്ല, ഒന്നും നോക്കൂല, ഒന്നും പറയാനാതെ തിരടിയിൽ വന്നുകൊണ്ട് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൊണ്ടൻകുഴിയിൽ നിന്ന് റൂഹിനെ ഒരൊറ്റ കൊളുത്തിയെടുക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ആർക്കാണെന്നറിയോ? ഗീബത്തുകാർക്ക് അല്ലാഹു നൽകുന്ന അദാബാണ്, നമീമത്തുകാർക്ക് അല്ലാഹു നൽകുന്ന അദാബാണ്. വേണോ പെങ്ങളെ, ഈ അദാബുകളൊക്കെ മുത്ത് റസൂലുള്ളാഹി നമ്മുടെ മുമ്പിൽ വിവരിച്ചു തരുമ്പോ ഇനിയും ആ ചതുത്ത കടലിലേക്ക് നമ്മൾ ചെന്ന് ചാടല്ലേ പ്രിയപ്പെട്ട പൊന്നുമോളെ. പറയുന്നവരെന്തോ പറയട്ടെ, ചെയ്യുന്നവരെന്തോ ചെയ്യട്ടെ, അതൊന്നും കേൾക്കാൻ കാതു കൊടുക്കണ്ട. അതിനുള്ള മറുപടി കൊടുത്തുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന നാവ്, സ്വലാത്ത് ചൊല്ലുന്ന നാവ്, ആമീൻ പറയുന്ന നാവ് ഫസാദാക്കണ്ട ഉമ്മ. നിങ്ങൾ ആര് പറഞ്ഞാൽ അവരെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരൂലേ? എന്നെ കുറ്റം പറയുന്നവർ പ്രതിഫലം അല്ലാഹു എനിക്കാണ് തരുന്നത്. ഞാൻ മറ്റൊരാളെ കുറ്റം പറയുകയാണെങ്കിൽ ഈ പ്രഭാഷണത്തിലുള്ള പ്രതിഫലമല്ല പടച്ച തമ്പുരാൻ ആരെയാണോ ഞാൻ കുറ്റം പറഞ്ഞത് അവർക്ക് അല്ലാഹു കൊടുക്കൂലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കിലൂടെയോ നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെയോ നമ്മുടെ ഗാനങ്ങളിലൂടെയോ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയോ മറ്റുള്ളവല്ല മനസ്സ് വേദനിപ്പിച്ച ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, മൂന്ന് വട്ടമല്ല, 100 വട്ടം ഉറപ്പിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് അവനെ ശക്തമായി വേദനിപ്പിക്കും. അല്ലാഹ് ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, നമ്മുടെ കൂടെ എപ്പോഴും സംസാരിച്ചിരുന്ന, നമ്മുടെ കൂടെ എപ്പോഴും കളിച്ചിരുന്ന, നമ്മുടെ കൂടെ ഏത് സമയത്ത് യാത്ര ചെയ്യുന്നതിന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെടാൻ സമയമായിട്ടുണ്ട് തങ്ങളെ. എത്ര പറഞ്ഞിട്ടും കലിമ ചൊല്ലുന്നില്ല തങ്ങളെ, എത്ര പറഞ്ഞിട്ടും അവൻ കലിമ ചൊല്ലുന്നില്ല തങ്ങളെ. എത്രയോ തവണ ഞങ്ങൾ കാതിൽ തന്ന് കലിമ പറഞ്ഞു കൊടുത്തു, എത്രയോ തവണ ഞങ്ങൾ അവനക്ക് തഹ്ലീൽ ചൊല്ലിക്കൊടുത്തു തങ്ങളെ. പക്ഷേ അവൻ മറ്റൊരു ലോകത്താണ്. അവൻ നമസ്കരിച്ചവനായിരുന്നുവല്ലോ, അവൻ നോമ്പെടുത്തവനായിരുന്നുവല്ലോ, നമ്മുടെ കൂടെ യുദ്ധം ചെയ്തവനായിരുന്നു ല്ലോ. അതെല്ലാം എവിടെയാണ്? പ്രതിഫലമൊക്കെ എവിടെ പോയി തങ്ങളെ? അവൻ ചെയ്തു പോയ സുഹൃതങ്ങളുടെ പ്രതിഫലം കൊണ്ട് അവനെ സ്വർഗങ്ങളിൽ മരിക്കാമല്ലോ. പക്ഷേ ആ പ്രതിഫലമെല്ലാം എവിടെയാണ്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ സമീപത്ത് ചെല്ലുകയാണ്. ആ ചെറുപ്പക്കാരന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മനസ്സിലായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് മറ്റൊന്നുമല്ല, ഇവൻ സ്വാലിഹാണ്, സംഗതി ശരിയാണ്, ഇവൻ നല്ലവനാണ്, സംഗതി ശരിയാണ്. പക്ഷേ അവന്റെ കൂട്ടുകാരല്ല മനസ്സിന്റെ അകത്തേക്ക് അവൻ സങ്കടത്തിലുള്ള കനൽ കട്ടൽ സമ്മാനിച്ചിട്ടുള്ള സ്വഹാബ. ജീവിതത്തിലെ പലതവണയാണ് അവനവന്റെ കൂട്ടുകാരെ വേദനിപ്പിച്ചത് സ്വഹാബ. ആ വേദനിപ്പിച്ചവനോട് മാപ്പ് പറയാത്ത കാരണം കൊണ്ടാണ് മാലാഖമാർ വന്ന് അവന്റെ റൂഹ് പിടിക്കുമ്പോ അവനെ ശക്തമായി പിടിച്ചുകൊണ്ട് വേദനിപ്പിക്കുകയാണ് സ്വഹാബ. ഞാൻ കാണുന്ന സ്വഹാബ, അവന്റെ റൂഹ് പിടിക്കുന്ന സമയമാണ് സ്വഹാബ, അവന്റെ മരണം ഹാജരായ സമയമാണ് സ്വഹാബ. ആ മരണം ഹാജരായ സമയത്ത് മാലാഖമാർ വന്നുകൊണ്ട് അവന്റെ ശരീരത്തെ പിടിച്ചിട്ട് വല്ലാതെ വേദനിപ്പിക്കുന്നതിനാ കാണുന്ന സ്വഹാബ. ഗീബത്തിന് അല്ലാഹു പകരം തരുന്നത് മരണ സമയത്താണ് ചെറുപ്പക്കാരാ. നമീമത്തിന് അല്ലാഹു പകരം തരുന്നത് ആഖിറത്ത് മോശമാക്കിയിട്ടാണ് ചെറുപ്പക്കാരാ. ഇവിടുന്ന് കുറ്റം പറയുമ്പോ കയ്യടിക്കാൻ ആളുണ്ടാകും കൂട്ടുകാരാ. ഇവിടുന്ന് കുറ്റം പറഞ്ഞ് കമന്റ് ചെയ്യുമ്പോ ലൈക്ക് തരാൻ ആളുണ്ടാകും മോനെ, ഷെയർ ചെയ്യാൻ ആളുണ്ടാകും മോനെ, കമന്റ് അടിക്കാൻ ആളുണ്ടാകും മോനെ, ബൂസ്റ്റ് ചെയ്യാൻ ആളുണ്ടാകും മോനെ.
വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കാൻ 10,000-കണക്കിന് കൂട്ടുകാരുണ്ടാകും മോനെ. അത് ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെയാ? അത് ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെയാ? പക്ഷേ ഗീബത്ത് പറഞ്ഞ നിന്നെ, നമീമത്ത് പറഞ്ഞ നിന്നെ, കുറ്റം പറഞ്ഞ നിന്നെ, തോളറക്കിയ നിന്നെ, മറ്റുള്ളവർക്കെതിരെ കുറ്റമാരോപണം ഇറക്കിയ നിന്നെ, നിന്റെ റൂഹ് പിടിക്കാൻ അസ്റാഹീൽ കടന്നു വരുമ്പോ ആ കൂട്ടുകാരൻ നിന്റെ കൂടെ വരില്ല. കൂടെ നിന്ന് കമന്റ് അടിച്ചവർ വരില്ല, ലൈക്ക് അടിച്ചവർ വരില്ല, ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ നിന്നെ വൈറലാക്കിയവരെ കടന്നു വരില്ല. ആ സമയത്ത് നിങ്ങൾ തനിച്ചാണ്, ആ സമയത്ത് നിങ്ങൾ തനിച്ചാണ്. അസ്റാഹീൽ വന്ന് പറയുമെന്നാണ്, അസ്റാഹീൽ വന്ന് പറയുമെന്നാണ്. എത്രയോ തവണ നീ വാല് കേട്ടില്ലേ ചെറുപ്പക്കാരാ? എത്രയോ തവണ നിന്നോട് ഉസ്താദുമാരെ പ്രഭാഷണം നടത്തി തന്നില്ലേ? എത്രയോ തവണ പരിശുദ്ധമായ ഖുർആനും ഹദീസിനോട് എത്ര തവണയാണ് പറഞ്ഞത്? നീ കേട്ടോ മോനെ, നീ അനുസരിച്ചോ മോനെ, നീ അനുസരിച്ചോ മോനെ. നിന്റെ നാവ് കൊണ്ട് ചീത്ത പറഞ്ഞില്ലേ? നിന്റെ നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞില്ലേ? ആ നാവ് കൊണ്ട് കലിമയല്ല ഞാൻ എന്നെ അനുവദിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഗീബത്ത് പറഞ്ഞ നാവിനെ, നമീമത്ത് പറഞ്ഞ നാവിനെ മാലാഖമാരെ കെട്ടിവെക്കുമെന്നാ. വേണ്ട മോനെ, വേണ്ട ഉമ്മ. ഗീബത്ത് പറഞ്ഞ നാവ് കൊണ്ട് കലിമ ചൊല്ലാൻ പറ്റൂല, നമീമത്ത് പറഞ്ഞ നാവ് കൊണ്ട് കലിമ ചൊല്ലാൻ പറ്റൂല. ആ നാവിനെ പിടിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റുള്ളവരെ ചൊല്ലിത്തരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് കലിമ ചൊല്ലിത്തരുമല്ലോ. മരിക്കുന്ന സമയത്ത് നമ്മൾ ആ കലിമ ഏറ്റു ചൊല്ലാൻ ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ നാവിനെ കലിമ ചൊല്ലാൻ കഴിയൂല. കാരണം എന്താണെന്നറിയോ? ആ നാവ് കൊണ്ട് എത്രയോ ഗീബത്ത് പറഞ്ഞതല്ലേ, ഫസാദ് പറഞ്ഞതല്ലേ. മലക്കുകൾ വന്നുകൊണ്ട് ആ നാവിനെ കെട്ടിവെക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ വേദനിപ്പിച്ചവരാരെയാണോ അവര് മാപ്പ് തരുമ്പോ മാത്രമാണ്, അവര് നിനക്ക് മാപ്പ് തരുമ്പോ മാത്രമാണ് ഇനി നിനക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നതെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. യാ അല്ലാഹ്, പേടിയാകുന്നനാദാ. ഓരോ ചരിത്രങ്ങളും കേൾക്കുമ്പോ മനസ്സിന്റെ അകത്ത് പേടിയാ, ഓരോ ഹദീസുകളും കേൾക്കുമ്പോ ഹൃദയത്തിന്റെ അകത്ത് സങ്കടമാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, ചെയ്തു പോയ നന്മകളൊക്കെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമെന്നാ, ചെയ്തു പോയ പാപക്കറകൾ മുഴുവനും അല്ലാഹുവേ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് ഞങ്ങളെ നന്നാക്കണമെന്നാ.